യവൻ എന്തൊരു രാവിലെ ചൂണ്ടായിട്ടോണ്ടിരിക്കുന്ന പ്രാതിയേ എടാ പ്രാതിയേ. ആ മാമൻ എന്തിനാ അമ്മ? എന്താടാ ചൂണ്ടായിട്ടോണ്ടിരിക്കുന്ന? ചൂണ്ടൊന്നും അല്ല അമ്മ, പിന്നെന്തരേ? ഓരോരുത്തർക്ക് ഓരോ പ്രതീക്ഷകളല്ലേ അമ്മ. ആ എന്തരാണ്? പൈസ ആവശ്യം വല്ലതും ഉണ്ടാ? പണം ആര് കണ്ടു അമ്മ? എന്ത് പിന്നെ നിന്റെ പ്രതീക്ഷ അറ്റുപോയത്? വാ വാ ഇങ്ങോട്ട് വാ. എന്താടാ പ്രാട്ടിയെ ഒരു വിഷമം? എങ്ങനെ വിഷമിക്കാതിരിക്കും മാമ? കാര്യം എന്താ? നിങ്ങൾക്ക് നിങ്ങളെ മക്കളുടെ പ്രതീക്ഷയില്ല അമ്മ. കേരളത്തിൽ അവര് ജീവിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നതാ. ഇപ്പോഴോ അവരോരോ ജോലി നോക്കി വിദേശത്തായപ്പം എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കി. നിനക്ക് എന്തൊരു പറ്റിയെന്ന് കാര്യം പറഞ്ഞേ. അമ്മ എന്റെ മോളെ റിസൾട്ട് വന്നു അമ്മ. ആ എന്താ റിസൾട്ടിൽ എന്തല്ലേ? കണക്കിന് 0. ആ മലയാളത്തിനാ 7. ഹിന്ദിക്ക് എത്ര ഉണ്ടാടാ? 4. ബാക്കി എല്ലാത്തിനും ജയിച്ചില്ലേ? എന്റെ മാമ എല്ലാ വിഷയത്തിനും 10-ന് താഴെ ഉള്ളു അമ്മ. എടാ എല്ലാം ശരിയാവോടെ, സമാനപ്പെടുന്നേ. എന്തൊരു ശരിയാവാ? ഇല്ലാത്ത പൈസ മുടക്കില്ല ഇപ്പൊ ഞാൻ ട്യൂഷൻ വിട്ടത്. ആ അത് ശരി തന്നെ, നീ സമാനപ്പെട്, എല്ലാം ശരിയാവും. ഇനിയിപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയും മാമ നിങ്ങള്? എന്റെ അഭിപ്രായത്തില് ഇനി പിള്ളേ പഠിക്കാൻ വിടണ്ട. മാമ അപ്പൊ കൊച്ചിന്റെ ഭാവിയാ? ഭാവിയാ? അവളെ IPS എഴുതാൻ വിടണം. മാമ കണക്കിന് 0 മാർക്ക് മാറ്റിട്ട് എങ്ങനെയാ IPS എഴുതാതിരിക്കണത്? എങ്ങനെ കണക്കിന് 0 മാർക്ക് എങ്ങനെ IPS എഴുതുന്നു? കണക്കിന് 0 മാർക്ക് വാങ്ങിച്ചവര് ഇവിടെ ഓരോ സ്ഥലത്ത് മേയറായിട്ടിരിക്കുന്നു. പിന്നെയാണ് മേയറാക്കി എടുക്കാനാ കൊച്ചിനെ. മാമ എന്താടാ? യദു അറസ്റ്റിലാവും കേട്ടോ ഉടനെ. ആരെ? മാമ ഡ്രൈവർ യദു ഇല്ലേ, മേയറായിട്ടുള്ള വിഷയം, അവ ഇപ്പൊ അറസ്റ്റിലാവും. അതൊക്കെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളും തോന്നലുമാണ്. എന്തിനോ മാമ? എടാ ഇതൊക്കെ അന്തം കമ്മികൾ ഉണ്ടാക്കണ കൊറേ കാര്യങ്ങളല്ലേ. എന്റെ മാമ അവന്റെ അശ്ലീല ദൃശ്യങ്ങളൊക്കെ ഇപ്പൊ പുറത്തായില്ലേ മാമ? എന്തൊരു ദൃശ്യം? അശരീരിയാ? വൃത്തിയായിട്ട ദൃശ്യങ്ങളൊക്കെ പുറത്തായെന്ന്. എടാ പോടാ കഴിച്ചു പോ. മാമ പോലീസിന്റെ കയ്യിൽ കിട്ടി, എല്ലാരുടെ കയ്യിലും കിട്ടിയില്ല. അത് നിന്റെ കയ്യിലും എല്ലാം കിട്ടിയാ നീ കണ്ട? മാമ എന്റെ കയ്യിൽ കിട്ടിയോണ്ടല്ലേ ഞാൻ പറഞ്ഞു. ഇവിടെ സോഷ്യൽ മീഡിയ കിടന്നത് ഓടയില്ലേ? അയ്യോ മാമൻ കണ്ടില്ലല്ലേ? നിങ്ങൾ കാണണ്ടാമ. എടേ മാമനെ ഒന്ന് കാണിക്കാടാ. മാമ നിങ്ങൾ കാണാതിരിക്കണേ നല്ലതെന്ന്. എന്താ എന്റെ ഞാൻ കണ്ടു കഴിഞ്ഞാൽ എന്റെ കണ്ണ് ഒടിഞ്ഞു പോവോ? അതല്ല വൃത്തിയല്ലോ മാമ. അത് എടേ ഒന്ന് കാണിക്കാടാ മാമനെ. എനിക്ക് കാണണ്ട. അല്ല നിങ്ങൾ കണ്ടിട്ട് പോയാ മതി. മാമ മൊബൈൽ എടുക്കണോ മാമ? അയ്യോ അതാ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ മാമിയെ കാണിക്കില്ല മാമ. എടാ നിന്റെ ഈ പനഞ്ഞ തലയാണ്. മാമിയെ കാണിക്കൂല. മാമനെ കാണിക്കേ. എന്താ കുടുങ്ങി ചിരിക്കുന്നേ? എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? ഇത് ഏതോ കൊച്ചിന്റെ നൂലുകെട്ടിന്റെ പടമല്ലേടാ? ഏതോ ഒരു കൊച്ചിന്റെ ഒന്നും അല്ല. പിന്നെ മാമ ഇത് ഡ്രൈവർ യദുവിന്റെ നൂലുകെട്ടിന്റെ പടമാണ്. അതിന് കുഴപ്പമുണ്ടല്ലേ? ഒരു നൂൽ ബന്ധമെങ്കിലും വേണ്ടേ മാമ? ജയിച്ചു പോടാ. നൂല് കെട്ടി കഴിഞ്ഞാലല്ലേ നൂൽ ബന്ധം ഉണ്ടാവൂ. അശ്ലീല ഫോട്ടോ പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞോണ്ട് ഡ്രൈവർ ഇതിനെതിരെ കേസ് കൊടുക്കും. ഏത് കേസ് കൊടുക്കും? നോട്ട്. എന്ത് ഈ കാലത്ത് അങ്ങനെ ഫോട്ടോ കാണിച്ചെന്നും പറഞ്ഞ് നിലനിൽക്കൂല. എങ്ങനെ നിലനിൽക്കൂല? അത് തന്നെ. എന്റെ മാമ 40 വർഷത്തിന് മുമ്പ് പീഡിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ട് കേസ് കൊടുത്ത് അകത്താക്കണില്ലേ? അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോണ്? അതുകൊണ്ട് അശ്ലീല ഫോട്ടോ പ്രചരിപ്പിച്ചെന്ന് പറഞ്ഞ് യദുവിനെതിരെ കേസ് കൊടുക്കും. നമ്മൾ അകത്താക്കുകയും ചെയ്യും മാമ. അകത്താക്കും. നിങ്ങളെ പാർട്ടിയും നിങ്ങളെ സർക്കാരും വിചാരിക്ക ഭൂമിയിൽ ജനിക്കാത്തവർക്കെതിരെ കേസ് കൊടുക്കുകയും ചെയ്യും. വേണ്ടി വന്നാ അവരെ അകത്താക്കുകയും ചെയ്യും. തന്നെ